ഹലോ, എല്ലാവർക്കും നമസ്കാരം. ലെറ്റ്സ് ക്രാക്ക് കേരള എക്സാംസ് എന്ന ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നിങ്ങൾ ശരിക്കും PSC പരീക്ഷയ്ക്ക് വേണ്ടി തയ്യാറെടുക്കുന്ന വ്യക്തിയാണെങ്കിൽ നിങ്ങൾക്ക് പറ്റിയ ഏറ്റവും നല്ല പ്ലാറ്റ്ഫോമാണ് അൺഅക്കാഡമി. എൻ്റെ പേര് ഗ്രേഷ്മ. അപ്പോൾ അൺഅക്കാഡമിയിലെ സബ്സ്ക്രിപ്ഷൻ എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരുപാട് ബെനിഫിറ്റ്സ് ഉണ്ട്. അപ്പോൾ അതിൽ പ്രധാനപ്പെട്ടത് ഡെയിലി ലൈവ് ക്ലാസ്സസ് ആണ്. അൺഅക്കാഡമിയിൽ സബ്സ്ക്രിപ്ഷൻ എടുത്തു കഴിഞ്ഞാൽ ഡെയിലി ലൈവ് ക്ലാസ്സസ് ഉണ്ട്. സിലബസ് വൈസ് സ്ട്രക്ചർ ചെയ്തിരിക്കുന്ന കോഴ്സസ് ആണ് ഉള്ളത്. പിന്നെ ലൈവ് ടെസ്റ്റ് ആൻഡ് ക്വിസസ് ഉണ്ട്. പിന്നെ ഒരിക്കൽ സബ്സ്ക്രിപ്ഷൻ എടുത്തു കഴിഞ്ഞാൽ അൺലിമിറ്റഡ് ആക്സസ് ആണ്. ഇപ്പോൾ ഇന്ത്യയിലെ തന്നെ ഏറ്റവും മികച്ച എഡ്യൂക്കേറ്റേഴ്സ് ആണ് നിങ്ങൾക്ക് ക്ലാസ് എടുക്കുന്നത്. പിന്നെ ഓരോ ഡിഫറെൻറ്റ് എക്സാമിനും ഓരോ ഡിഫറെൻറ്റ് സെറ്റ് ഓഫ് എഡ്യൂക്കേറ്റേഴ്സ് ക്ലാസ് എടുക്കുന്നുണ്ട്. നമുക്ക് ഏതാണോ കംഫർട്ടബിൾ ആയിട്ടുള്ള സമയം ആ സമയത്തിനനുസരിച്ചുള്ള ക്ലാസ് സെലക്ട് ചെയ്യാം. ഏതാണോ കംഫർട്ടബിൾ ആയിട്ടുള്ള ലാംഗ്വേജ് ആ ലാംഗ്വേജസിലെ ക്ലാസ്സിന് അറ്റൻഡ് ചെയ്യാം. പിന്നെ നമുക്ക് ഈ ലൈവ് ആൻഡ് റെക്കോർഡഡ് ക്ലാസ്സസ് ഡൗൺലോഡ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉള്ളതുകൊണ്ട് ഓഫ്ലൈൻ ആയിരിക്കുന്ന സമയത്തും നമുക്ക് പഠിക്കാൻ പറ്റും. പിന്നെ എഡ്യൂക്കേറ്ററുമായിട്ട് ഇൻറ്ററാക്ട് ചെയ്യാം, ഡൗട്ട്സ് ക്ലിയർ ചെയ്യാം, ലൈവ് ആൻസർ പോളിനുള്ള ഓപ്ഷൻ ഉണ്ട്, ലൈവ് ടെസ്റ്റ് ആൻഡ് ക്വിസസ് ഉണ്ട്. പിന്നെ ഡീറ്റെയിൽഡ് റിപ്പോർട്ട് ആൻഡ് അനാലിസിസ് കിട്ടും. PDFs ആൻഡ് അതർ ലേണിംഗ് മെറ്റീരിയൽസ് അവൈലബിൾ ആണ്. നിങ്ങൾ സബ്സ്ക്രിപ്ഷൻ എടുക്കുമ്പോൾ ഗ്രേഷ്മ എന്നുള്ള റെഫറൽ കോഡ് കൊടുത്താൽ നിങ്ങൾക്ക് 10% ഡിസ്കൗണ്ട് കിട്ടും. അപ്പോൾ റെഫറൽ കോഡ് മറക്കണ്ട. ഇതുവരെയും സബ്സ്ക്രിപ്ഷൻ എടുത്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രിപ്ഷൻ എടുക്കുമ്പോൾ ഗ്രേഷ്മ എന്നുള്ള റെഫറൽ കോഡ് കൊടുക്കുക, എങ്കിൽ നിങ്ങൾക്ക് 10% ഡിസ്കൗണ്ട് കിട്ടും. സോ നമുക്ക് തുടങ്ങാം. വൺസ് അഗെയിൻ എവ്രിവൺ വെൽക്കം ടു ദി ക്ലാസ്. അപ്പോൾ നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത് ഇന്ത്യയിലെ വ്യവസായങ്ങളെ കുറിച്ചാണ്. ഇപ്പോൾ 10th ലെവൽ പ്രിലിമിനറി എക്സാമിൻ്റെ സിലബസ് കണ്ടവർക്കറിയാം, ഇന്ത്യയിലെ വ്യവസായങ്ങൾ വാർത്താവിനിമയം, ഗതാഗതമൊക്കെ പ്രത്യേകിച്ച് എടുത്തു പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ വ്യവസായ മേഖലയിലെ പുരോഗതിയാണ് പ്രധാനമായിട്ടും പറഞ്ഞിട്ടുള്ളത്. എന്നാലും ഒരു അടിസ്ഥാനമായിട്ട് ഇന്ത്യയിലെ വ്യവസായങ്ങൾ നമ്മൾ പഠിച്ചിരിക്കണം. അപ്പോൾ ഇന്ത്യയിലെ വ്യവസായങ്ങൾ എന്നുള്ള ഭാഗമാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. അപ്പോൾ ആദ്യമായിട്ട് പഠിക്കാൻ പോകുന്നത് പരുത്തി തുണി വ്യവസായം. അപ്പോൾ പരുത്തി തുണി വ്യവസായമാണ് ആദ്യമായി പഠിക്കാൻ പോകുന്നത്. ഇന്ത്യയിലെ ഏറ്റവും പഴയ വ്യവസായമാണ് പരുത്തി തുണി വ്യവസായം. ഇന്ത്യയിലെ ഏറ്റവും പഴയ വ്യവസായമാണ് പരുത്തി തുണി വ്യവസായം. ഇന്ത്യയിൽ ആദ്യമായി തുണി വ്യവസായം ആരംഭിച്ചത് 1818 കൊൽക്കത്തയ്ക്കടുത്ത് ഫോർട്ട് ഗ്ലോസ്റ്ററിലാണ്. അപ്പോൾ ഇന്ത്യയിലെ ഏറ്റവും പഴയ വ്യവസായമാണ് പരുത്തി തുണി വ്യവസായം. ഇന്ത്യയിൽ ആദ്യമായി തുണി വ്യവസായം ആരംഭിച്ചത് കൊൽക്കത്തയ്ക്കടുത്ത് ഫോർട്ട് ഗ്ലോസ്റ്ററിലാണ് 1818 ആണ്. അപ്പോൾ 1818 കൊൽക്കത്തയ്ക്കടുത്ത് ഫോർട്ട് ഗ്ലോസ്റ്ററിലാണ് ഇന്ത്യയിൽ ആദ്യമായി തുണി വ്യവസായം ആരംഭിച്ചത്. ഇന്ത്യയിലെ ഏറ്റവും വലിയ പരുത്തി ഉൽപാദന കേന്ദ്രം മുംബൈ ആണ്. ഇന്ത്യയിലെ ഏറ്റവും വലിയ പരുത്തി ഉൽപാദന കേന്ദ്രം മുംബൈ. ഇന്ത്യയിലെ ഏറ്റവും വലിയ കാർഷിക വ്യവസായം പരുത്തി വ്യവസായമാണ്. അപ്പോൾ ഇന്ത്യയിലെ ഏറ്റവും പഴയ വ്യവസായം പരുത്തി തുണി വ്യവസായമാണ്. ഇന്ത്യയിലെ ഏറ്റവും വലിയ കാർഷിക വ്യവസായം പരുത്തി വ്യവസായം ആണ്. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ പരുത്തി ഉൽപ്പാദിപ്പിക്കുന്ന സംസ്ഥാനം ഗുജറാത്ത് ആണ്. മറന്നു പോകരുത്, ഓർമ്മിച്ച് വയ്ക്കുക. ഇന്ത്യയിലെ ഏറ്റവും കൂടുതൽ പരുത്തി ഉൽപ്പാദിപ്പിക്കുന്ന സംസ്ഥാനം ഗുജറാത്ത് ആണ്. പരുത്തി കൃഷിക്ക് യോജ്യമായ മണ്ണ് കറുത്ത മണ്ണ് അല്ലെങ്കിൽ റിഗർ മണ്ണാണ്. നമ്മൾ കേരളത്തിലെ മണ്ണിനങ്ങൾ പഠിച്ചതാണ്. പരുത്തി കൃഷിക്ക് അനുയോജ്യമായ മണ്ണാണ് കറുത്ത മണ്ണ് അല്ലെങ്കിൽ റിഗർ മണ്ണ്. ഈ കറുത്ത മണ്ണ് കാണപ്പെടുന്ന കേരളത്തിലെ ഒരേ ഒരു സ്ഥലമാണ് ചിറ്റൂർ. പാലക്കാട് ജില്ലയിലെ ചിറ്റൂരിലാണ് കറുത്ത മണ്ണ് കാണപ്പെടുന്നത്. അതുകൊണ്ട് തന്നെ പരുത്തി ഉൽപ്പാദിപ്പിക്കുന്ന കേരളത്തിലെ ഏക ജില്ല പാലക്കാട് ആണ്. അപ്പോൾ എന്താ നമ്മൾ പഠിച്ചത്? പരുത്തി തുണി വ്യവസായം. ഇന്ത്യയിലെ ഏറ്റവും പഴയ വ്യവസായമാണ് പരുത്തി തുണി വ്യവസായം. ഇന്ത്യയിലെ ഏറ്റവും പഴയ വ്യവസായം പരുത്തി തുണി വ്യവസായമാണ്. ഇന്ത്യയിൽ ആദ്യമായി തുണി വ്യവസായം ആരംഭിച്ചത് കൊൽക്കത്തയ്ക്കടുത്ത് ഫോർട്ട് ഗ്ലോസ്റ്ററിലാണ് 1818
കൊൽക്കത്തയ്ക്കടുത്ത് ഫോർട്ട് ഗ്ലോസ്റ്ററിലാണ് ഇന്ത്യയിൽ ആദ്യമായി തുണി വ്യവസായം ആരംഭിച്ചത്. ഇന്ത്യയിലെ ഏറ്റവും വലിയ പരുത്തി ഉൽപാദന കേന്ദ്രം മുംബൈ ആണ്. ഇന്ത്യയിലെ ഏറ്റവും വലിയ പരുത്തി ഉൽപാദന കേന്ദ്രം മുംബൈ. ഇന്ത്യയിലെ ഏറ്റവും വലിയ കാർഷിക വ്യവസായം പരുത്തി വ്യവസായമാണ്. ഇന്ത്യയിലെ ഏറ്റവും വലിയ കാർഷിക വ്യവസായം പരുത്തി വ്യവസായമാണ്. ഇന്ത്യയിലെ ഏറ്റവും കൂടുതൽ പരുത്തി ഉൽപ്പാദിപ്പിക്കുന്ന സംസ്ഥാനം ഗുജറാത്താണ്. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ പരുത്തി ഉൽപ്പാദിപ്പിക്കുന്ന സംസ്ഥാനം ഗുജറാത്താണ്. പരുത്തി കൃഷിക്ക് അനുയോജ്യമായ മണ്ണാണ് കറുത്ത മണ്ണ് അല്ലെങ്കിൽ റിഗർ മണ്ണ്. പരുത്തി കൃഷിക്ക് അനുയോജ്യമായ മണ്ണ് കറുത്ത മണ്ണ് അല്ലെങ്കിൽ റിഗർ മണ്ണാണ്. അപ്പോൾ കറുത്ത മണ്ണ് കൂടുതലായി കാണപ്പെടുന്ന കേരളത്തിലെ പ്രദേശമാണ് ചിറ്റൂർ. പാലക്കാട് ജില്ലയിലെ ചിറ്റൂരിലാണ് കറുത്ത മണ്ണ് കൂടുതലായി കാണപ്പെടുന്നത്. അതുകൊണ്ട് തന്നെ കേരളത്തിൽ പരുത്തി ഉൽപ്പാദിപ്പിക്കുന്ന ഏക ജില്ല പാലക്കാടാണ്. കേരളത്തിൽ പരുത്തി ഉൽപ്പാദിപ്പിക്കുന്ന ഏക ജില്ല പാലക്കാട് ജില്ലയാണ്. അപ്പോൾ ഇത് തന്നെ നമ്മൾ ഒരിക്കൽ പഠിച്ചത് തന്നെയാണ്. അപ്പോൾ ഒന്ന് ഓർത്ത് നോക്കിക്കേ, ഇന്ത്യയിലെ ഏറ്റവും പഴയ വ്യവസായം പരുത്തി തുണി വ്യവസായം. ഇന്ത്യയിലെ ഏറ്റവും വലിയ പരുത്തി തുണി ഉൽപാദന കേന്ദ്രം മുംബൈ. ഇന്ത്യയിലെ കോട്ടണോപോളിസ് എന്നറിയപ്പെടുന്നത് മുംബൈ ആണ്. ഓർമ്മിച്ചേക്കുക, ഇന്ത്യയിലെ കോട്ടണോപോളിസ് എന്നറിയപ്പെടുന്നത് മുംബൈ ആണ്. ഇന്ത്യയിലെ ഏറ്റവും വലിയ പരുത്തി തുണി ഉൽപാദന കേന്ദ്രവും ഇന്ത്യയിലെ കോട്ടണോപോളിസ് എന്നും അറിയപ്പെടുന്നത് മുംബൈ ആണ്. ഇന്ത്യയിലെ ഏറ്റവും വലിയ കാർഷിക വ്യവസായമാണ് പരുത്തി വ്യവസായം. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ പരുത്തി ഉൽപ്പാദിപ്പിക്കുന്ന സംസ്ഥാനം ഗുജറാത്ത് ആണ്. ഇവിടെ നമ്മൾ മാറിപ്പോവാതിരിക്കേണ്ട ഒരു കാര്യമുണ്ട്. പരുത്തി എന്ന് വെച്ചാൽ കോട്ടൺ അറിയാലോ. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ കോട്ടൺ ഉൽപ്പാദിപ്പിക്കുന്ന സംസ്ഥാനം ഗുജറാത്ത് ആണ്. എന്നാൽ ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ കോട്ടൺ മില്ലുകളുള്ള സംസ്ഥാനം മഹാരാഷ്ട്രയാണ്. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ കോട്ടൺ അല്ലെങ്കിൽ പരുത്തി ഉൽപ്പാദിപ്പിക്കുന്ന സംസ്ഥാനം ഗുജറാത്ത് ആണ്. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ കോട്ടൺ മില്ലുകളുള്ള സംസ്ഥാനം മഹാരാഷ്ട്രയാണ്. അപ്പൊ മാറിപ്പോവരുത്. ഏറ്റവും കൂടുതൽ കോട്ടൺ ഉൽപ്പാദിപ്പിക്കുന്നത് പരുത്തിയുടെ ഉൽപാദനത്തിൽ മുന്നിൽ നിൽക്കുന്ന സംസ്ഥാനം ഗുജറാത്ത് ആണ്. എന്നാൽ കോട്ടൺ മില്ലുകൾ ഏറ്റവും കൂടുതലുള്ള സംസ്ഥാനം മഹാരാഷ്ട്ര ആണ്. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ പരുത്തി കയറ്റുമതി ചെയ്യുന്ന സംസ്ഥാനം മുംബൈ ആണ്. അപ്പം ഇത് രണ്ടെണ്ണം മാറിപ്പോവാതിരിക്കേണ്ട ക്വസ്റ്റ്യൻസ് ആണ്. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ പരുത്തി കയറ്റുമതി ചെയ്യുന്ന സംസ്ഥാനം മുംബൈ. ഇന്ത്യയിലെ ഏറ്റവും കൂടുതൽ തുണിത്തരങ്ങൾ കയറ്റുമതി ചെയ്യുന്ന തുറമുഖം കാണ്ട്ല. അപ്പോൾ ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ പരുത്തി കയറ്റുമതി ചെയ്യുന്ന തുറമുഖം മുംബൈ തുറമുഖമാണ്. എന്നാൽ ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ തുണിത്തരങ്ങൾ കയറ്റുമതി ചെയ്യുന്ന തുറമുഖം കാണ്ട്ല തുറമുഖം ആണ്. അപ്പൊ മാറിപ്പോവില്ലല്ലോ. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ പരുത്തി കയറ്റുമതി ചെയ്യുന്ന തുറമുഖം മുംബൈ തുറമുഖമാണ്. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ തുണിത്തരങ്ങൾ കയറ്റുമതി ചെയ്യുന്നത് കാണ്ട്ല തുറമുഖം ആണ്. നേരത്തെ പറഞ്ഞു ഏറ്റവും കൂടുതൽ പരുത്തി ഉൽപ്പാദിപ്പിക്കുന്ന സംസ്ഥാനം ഗുജറാത്ത് ആണ്. എന്നാൽ കോട്ടൺ മില്ലുകൾ ഏറ്റവും കൂടുതലുള്ളത് മഹാരാഷ്ട്രയിൽ ആണ്. അപ്പൊ പരുത്തി തുണി വ്യവസായമാണ് നമ്മൾ പഠിച്ചത്. ഇന്ത്യയിലെ ഏറ്റവും പ്രധാനപ്പെട്ട വ്യവസായങ്ങളിൽ ഒന്നാണ് പരുത്തി തുണി വ്യവസായം. ഇന്ത്യയിലെ ഏറ്റവും പഴയ വ്യവസായവും ഇന്ത്യയിലെ ഏറ്റവും വലിയ വ്യവസായവും പരുത്തി തുണി വ്യവസായം ആണ്. അപ്പൊ രണ്ടാമത്തതാണ് ചണം വ്യവസായം. സുവർണ നാര് എന്നറിയപ്പെടുന്നത് ചണം ആണ്. ഇത് പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുണ്ട്. കമ്പനി കോർപ്പറേഷൻ ലാസ്റ്റ് ഗ്രേഡിനൊക്കെ ആണെന്ന് തോന്നുന്നു. ഞാൻ എഴുതിയ ഒരു പരീക്ഷയ്ക്ക് ഇത് ചോദിച്ചിരുന്നു. സുവർണ നാര് എന്നറിയപ്പെടുന്നത് ചണം ആണ്. അപ്പൊ മാറിപ്പോവരുത്. സുവർണ നാര് എന്നറിയപ്പെടുന്നത് ചണം ആണ്. അപ്പൊ എനിക്ക് അന്ന് യഥാർത്ഥത്തിൽ തെറ്റിപ്പോയി. ഞാൻ അന്ന് കയറെന്നാണ് ഉത്തരം എഴുതിയത്. അപ്പോ സുവർണ നാര് എന്നറിയപ്പെടുന്നത് ചണം ആണ്. ചണം ഏറ്റവും കൂടുതൽ ഉൽപ്പാദിപ്പിക്കുന്ന സംസ്ഥാനം പശ്ചിമ ബംഗാൾ ആണ്. അപ്പോൾ സുവർണ നാര് എന്നറിയപ്പെടുന്നത് ചണം ആണ്. ചണം ഏറ്റവും കൂടുതൽ ഉൽപ്പാദിപ്പിക്കുന്ന സംസ്ഥാനം പശ്ചിമ ബംഗാൾ ആണ്. ചണം വ്യവസായത്തിൽ 1-ാം സ്ഥാനത്ത് നിൽക്കുന്ന സംസ്ഥാനവും പശ്ചിമ ബംഗാൾ ആണ്. അപ്പോൾ സുവർണ നാര് എന്നറിയപ്പെടുന്ന
അറിയപ്പെടുന്നത് ചണം ആണ്. ചണം ഉൽപാദനത്തിൽ ഏറ്റവും മുന്നിൽ നിൽക്കുന്ന സംസ്ഥാനം പശ്ചിമ ബംഗാളാണ്. ചണം വ്യവസായത്തിൽ മുന്നിൽ നിൽക്കുന്ന സംസ്ഥാനവും പശ്ചിമ ബംഗാളാണ്. എന്നാൽ ലോകത്തിൽ ചണം ഉൽപാദനത്തിലും കയറ്റുമതിയിലും മുന്നിൽ നിൽക്കുന്ന രാജ്യം ബംഗ്ലാദേശാണ്. അപ്പോൾ ഇന്ത്യയിൽ ചണം ഉൽപാദനത്തിലും വ്യവസായത്തിലും മുന്നിൽ നിൽക്കുന്നത് പശ്ചിമ ബംഗാളാണ്. ലോകത്തിൽ ചണം ഉൽപാദനത്തിലും കയറ്റുമതിയിൽ മുന്നിൽ നിൽക്കുന്ന രാജ്യം പശ്ചിമ ബംഗാളാണ്. രണ്ടാം സ്ഥാനത്ത് നിൽക്കുന്ന രാജ്യമാണ് ഇന്ത്യ. ചണം ഉൽപാദനത്തിൽ രണ്ടാം സ്ഥാനത്ത് നിൽക്കുന്ന സംസ്ഥാനം ആന്ധ്രാപ്രദേശ്. ഒന്നാം സ്ഥാനത്ത് നിൽക്കുന്ന സംസ്ഥാനം നമ്മൾ പറഞ്ഞു വെസ്റ്റ് ബംഗാൾ അഥവാ പശ്ചിമ ബംഗാളാണ്. രണ്ടാം സ്ഥാനത്ത് നിൽക്കുന്ന സംസ്ഥാനമാണ് ആന്ധ്രാപ്രദേശ്. അപ്പോൾ ചണം ഉൽപാദനത്തിൽ ഒന്നാം സ്ഥാനത്ത് നിൽക്കുന്ന സംസ്ഥാനം പശ്ചിമ ബംഗാൾ, രണ്ടാം സ്ഥാനത്ത് നിൽക്കുന്ന സംസ്ഥാനം ആന്ധ്രാപ്രദേശ്. കമ്പിളി വ്യവസായത്തിന് മുന്നിൽ നിൽക്കുന്ന സംസ്ഥാനമാണ് പഞ്ചാബ്. കമ്പിളി വ്യവസായത്തിന് മുന്നിൽ നിൽക്കുന്ന സംസ്ഥാനമാണ് പഞ്ചാബ്. ലോകത്തിൽ ഏറ്റവും കൂടുതൽ പട്ടുനൂൽ ഉൽപ്പാദിപ്പിക്കുന്ന രാജ്യം ചൈനയാണ്. ലോകത്തിൽ ഏറ്റവും കൂടുതൽ പട്ടുനൂൽ ഉൽപ്പാദിപ്പിക്കുന്ന രാജ്യം ചൈനയാണ്. ചൈന കഴിഞ്ഞാൽ ലോകത്ത് ഏറ്റവും കൂടുതൽ പട്ടുനൂൽ ഉൽപ്പാദിപ്പിക്കുന്ന രാജ്യം ഇന്ത്യയാണ്. സെക്കൻഡാണ്. അപ്പോൾ ചൈന കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ പട്ടുനൂൽ ഉൽപ്പാദിപ്പിക്കുന്ന രാജ്യം അല്ലെങ്കിൽ പട്ടുനൂൽ ഉൽപാദനത്തിൽ ലോകത്തിൽ ഇന്ത്യയുടെ സ്ഥാനം രണ്ടാം സ്ഥാനം ആണ്. അപ്പൊ ലോകത്തിൽ ഏറ്റവും കൂടുതൽ പട്ടുനൂൽ ഉൽപ്പാദിപ്പിക്കുന്ന രാജ്യം ചൈനയാണ്. രണ്ടാം സ്ഥാനത്തുള്ളത് ഇന്ത്യയാണ്. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ പട്ടുനൂൽ ഉൽപ്പാദിപ്പിക്കുന്ന സംസ്ഥാനം കർണാടകയാണ്. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ പട്ടുനൂൽ ഉൽപ്പാദിപ്പിക്കുന്ന സംസ്ഥാനം കർണാടകയാണ്. ഇന്ത്യയുടെ മാഞ്ചസ്റ്റർ എന്നറിയപ്പെടുന്നത് അഹമ്മദാബാദ്. ഇന്ത്യയുടെ മാഞ്ചസ്റ്റർ എന്നറിയപ്പെടുന്നത് അഹമ്മദാബാദ്. അപ്പൊ നമ്മൾ ഇതുവരെ പഠിച്ചത് എന്തൊക്കെയാ? ഇന്ത്യയിൽ ഏറ്റവും വലിയ വ്യവസായമാണ് അല്ലെങ്കിൽ ഇന്ത്യയിലെ ഏറ്റവും പഴയ വ്യവസായമാണ് പരുത്തി തുണി വ്യവസായം. ഇന്ത്യയിലെ ഏറ്റവും വലിയ പരുത്തി തുണി ഉൽപാദന കേന്ദ്രം മുംബൈ ആണ്. ഇന്ത്യയിലെ കോട്ടണോപോളിസ് എന്നറിയപ്പെടുന്നത് മുംബൈ ആണ്. ഇന്ത്യയിലെ ഏറ്റവും വലിയ കാർഷിക വ്യവസായമാണ് പരുത്തി വ്യവസായം. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ പരുത്തി ഉൽപ്പാദിപ്പിക്കുന്ന സംസ്ഥാനം ഗുജറാത്ത് ആണ്. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ കോട്ടൺ മില്ലുകൾ ഉള്ള സംസ്ഥാനം മഹാരാഷ്ട്രയാണ്. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ പരുത്തി കയറ്റുമതി ചെയ്യുന്ന തുറമുഖം മുംബൈ ആണ്. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ തുണിത്തരങ്ങൾ കയറ്റുമതി ചെയ്യുന്ന തുറമുഖം കാണ്ട്ല തുറമുഖം ആണ്. സുവർണ നാര് എന്നറിയപ്പെടുന്നത് ചണമാണ്. ചണം ഏറ്റവും കൂടുതൽ ഉൽപ്പാദിപ്പിക്കുന്ന സംസ്ഥാനമാണ് വെസ്റ്റ് ബംഗാൾ. ചണം വ്യവസായത്തിൽ ഒന്നാം സ്ഥാനത്ത് നിൽക്കുന്ന സംസ്ഥാനവും പശ്ചിമ ബംഗാൾ ആണ്. ലോകത്തിൽ ചണം ഉൽപാദനത്തിലും കയറ്റുമതിയിലും മുന്നിൽ നിൽക്കുന്ന രാജ്യം ബംഗ്ലാദേശ്. രണ്ടാം സ്ഥാനം ഇന്ത്യക്കാണ്. അപ്പൊ ചണം ഉൽപാദനത്തിലും പട്ടുനൂൽ ഉൽപാദനത്തിലും ഇന്ത്യക്ക് രണ്ടാം സ്ഥാനമാണ് ഉള്ളത്. ചണം ഉൽപാദനത്തിൽ ഒന്നാം സ്ഥാനത്ത് നിൽക്കുന്ന സംസ്ഥാനം പശ്ചിമ ബംഗാളാണ്. രണ്ടാം സ്ഥാനത്ത് നിൽക്കുന്ന സംസ്ഥാനം ആന്ധ്രാപ്രദേശ് ആണ്. കമ്പിളി വ്യവസായത്തിൽ മുന്നിൽ നിൽക്കുന്ന സംസ്ഥാനം പഞ്ചാബ്. ചൈന കഴിഞ്ഞാൽ ലോകത്തെ ഏറ്റവും കൂടുതൽ പട്ടുനൂൽ ഉൽപ്പാദിപ്പിക്കുന്ന രാജ്യം ഇന്ത്യയാണ്. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ പട്ടുനൂൽ ഉൽപ്പാദിപ്പിക്കുന്ന സംസ്ഥാനം കർണാടക. ഇന്ത്യയിലെ മാഞ്ചസ്റ്റർ എന്നറിയപ്പെടുന്നത് അഹമ്മദാബാദ് ആണ്. ദക്ഷിണേന്ത്യയിലെ മാഞ്ചസ്റ്റർ എന്നറിയപ്പെടുന്നത് കോയമ്പത്തൂർ. ഓർമ്മിച്ചേക്കുക, ദക്ഷിണേന്ത്യയിലെ മാഞ്ചസ്റ്റർ എന്നറിയപ്പെടുന്നത് കോയമ്പത്തൂർ. വടക്കേ ഇന്ത്യയിലെ മാഞ്ചസ്റ്റർ എന്നറിയപ്പെടുന്നത് കാൻപൂർ. അപ്പോ ഇന്ത്യയിലെ മാഞ്ചസ്റ്റർ അഹമ്മദാബാദ്, ദക്ഷിണേന്ത്യയിലെ മാഞ്ചസ്റ്റർ കോയമ്പത്തൂർ, വടക്കേ ഇന്ത്യയിലെ മാഞ്ചസ്റ്റർ കാൻപൂർ. അപ്പൊ മറന്നുപോലല്ലോ, ഇന്ത്യയിലെ മാഞ്ചസ്റ്റർ എന്നറിയപ്പെടുന്നത് അഹമ്മദാബാദ്, ദക്ഷിണേന്ത്യയിലെ മാഞ്ചസ്റ്റർ എന്നറിയപ്പെടുന്നത് കോയമ്പത്തൂർ, വടക്കേ ഇന്ത്യയിലെ മാഞ്ചസ്റ്റർ എന്നറിയപ്പെടുന്നത് കാൻപൂർ. നെയ്ത്തുകാരുടെ നഗരം എന്നറിയപ്പെടുന്നത് പാനിപ്പത്ത് ആണ്. നെയ്ത്തുകാരുടെ നഗരം എന്നറിയപ്പെടുന്നത് പാനിപ്പത്ത് ആണ്. ഇന്ത്യയിൽ
പരുത്തിക്ക് താഴെ 2ാം സ്ഥാനത്തുള്ള കാർഷിക വ്യവസായമാണ് പഞ്ചസാര. ഇന്ത്യയിൽ പരുത്തിക്ക് താഴെ 2ാം സ്ഥാനത്തുള്ള കാർഷിക വ്യവസായമാണ് പഞ്ചസാര. കരിമ്പിന്റെയും പഞ്ചസാരയുടെയും ഉൽപാദനത്തിൽ ലോകത്ത് 2ാം സ്ഥാനത്ത് നിൽക്കുന്ന രാജ്യമാണ് ഇന്ത്യ. കരിമ്പിന്റെയും പഞ്ചസാരയുടെയും ഉൽപാദനത്തിലും വ്യവസായത്തിലും ലോകത്തിൽ 2ാം സ്ഥാനമാണ് ഇന്ത്യക്കുള്ളത്. 1ാം സ്ഥാനത്തുള്ളത് ബ്രസീലാണ്. ബ്രസീലിനാണ് 1ാം സ്ഥാനം. അപ്പൊ ബ്രസീലിനാണ് 1ാം സ്ഥാനം. 2ാം സ്ഥാനമാണ് കരിമ്പ് പഞ്ചസാര ഉൽപാദനത്തിൽ 2ാം സ്ഥാനത്താണ് ഇന്ത്യ. അപ്പൊ ചണം ഉൽപാദനത്തിൽ 2ാം സ്ഥാനത്താണ് ഇന്ത്യ. പട്ടുനൂലിന്റെ ഉൽപാദനത്തിൽ 2ാം സ്ഥാനത്താണ് ഇന്ത്യ. പഞ്ചസാരയുടെയും കരിമ്പിന്റെയും ഉൽപാദനത്തിൽ 2ാം സ്ഥാനത്താണ് ഇന്ത്യ. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ പഞ്ചസാര ഉൽപ്പാദിപ്പിക്കുന്ന സംസ്ഥാനം മഹാരാഷ്ട്രയാണ്. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ പഞ്ചസാര ഉൽപ്പാദിപ്പിക്കുന്ന സംസ്ഥാനം മഹാരാഷ്ട്രയാണ്. അപ്പൊ പുതിയ കണക്ക് പ്രകാരം മഹാരാഷ്ട്രയാണ് മുന്നില്. ഉത്തർപ്രദേശും കർണാടകയുമാണ് 2ഉം 3ഉം സ്ഥാനത്ത്. അപ്പൊ 2ാം സ്ഥാനത്തുള്ളത് ഉത്തർപ്രദേശ് ആണ്. 3ാം സ്ഥാനത്തുള്ളത് കർണാടക ആണ്. 3ാം സ്ഥാനത്തുള്ളത് കർണാടക ആണ്. അപ്പൊ ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ പഞ്ചസാര ഉൽപ്പാദിപ്പിക്കുന്ന സംസ്ഥാനം മഹാരാഷ്ട്രയാണ്. 2ാം സ്ഥാനത്ത് ഉത്തർപ്രദേശ്, 3ാം സ്ഥാനത്ത് കർണാടക. ഇന്ത്യയിലെ ആദ്യത്തെ ഇരുമ്പ് ഉരുക്ക് വ്യവസായശാലയാണ് പോർട്ടോ നോവ. ഇന്ത്യയിലെ ആദ്യത്തെ ഇരുമ്പുരുക്ക് വ്യവസായശാലയാണ് പോർട്ടോ നോവ. 1830 പോർട്ടോ നോവ ഇരുമ്പുരുക്ക് വ്യവസായശാല സ്ഥാപിതമായത്. അപ്പൊ ഇന്ത്യയിലെ ആദ്യത്തെ ഇരുമ്പ് ഉരുക്ക് വ്യവസായശാലയാണ് പോർട്ടോ നോവ. പോർട്ടോ നോവോ സ്ഥാപിതമായത് 1830 ആണ്. ഇന്ത്യയിലെ ഏറ്റവും വലിയ ഇരുമ്പുരുക്ക് വ്യവസായശാല അല്ലെങ്കിൽ സ്വകാര്യ മേഖലയിലെ ഏറ്റവും വലിയ സ്റ്റീൽ പ്ലാന്റ് ടിസ്കോ ആണ്. ടാറ്റ അയൺ ആൻഡ് സ്റ്റീൽ കമ്പനി. അപ്പോൾ ടിസ്കോയുടെ ആസ്ഥാനം ജാർഖണ്ഡ് ആണ്. ഇന്ത്യയിലെ ആധുനിക ഇരുമ്പുരുക്ക് വ്യവസായശാല എന്നറിയപ്പെടുന്നതും സ്വകാര്യ മേഖലയിലെ ഏറ്റവും വലിയ സ്റ്റീൽ പ്ലാന്റും ടാറ്റ അയൺ ആൻഡ് സ്റ്റീൽ കമ്പനി അഥവാ ടിസ്കോ ആണ്. ടിസ്കോയുടെ ആസ്ഥാനം, ടിസ്കോ സ്ഥിതി ചെയ്യുന്നത് ജാർഖണ്ഡിൽ ആണ്. ലോകത്തിൽ സ്റ്റീൽ ഉൽപാദനത്തിൽ ഇന്ത്യയുടെ സ്ഥാനം 8 ആണ്. ലോകത്തിൽ സ്റ്റീൽ ഉൽപാദനത്തിൽ ഇന്ത്യയുടെ സ്ഥാനം 8 ആണ്. ഇന്ത്യയിലെ ഏറ്റവും വലിയ അല്ലെങ്കിൽ ഏറ്റവും ലാഭകരമായ ഇരുമ്പുരുക്ക് നിർമ്മാണശാലയാണ് ഒഡീഷയിലെ ഭിലായ് ഇരുമ്പുരുക്ക് നിർമ്മാണശാല. അപ്പൊ ഇന്ത്യയിലെ ഏറ്റവും ലാഭകരമായ പൊതുമേഖലാ സ്റ്റീൽ പ്ലാന്റ് ആണ്. ഇന്ത്യയിലെ ഏറ്റവും ലാഭകരമായ പൊതുമേഖലാ സ്റ്റീൽ പ്ലാന്റ് ആണ് ഒഡീഷയിലെ ഭിലായ് സ്റ്റീൽ പ്ലാന്റ്. ഇന്ത്യയിലെ ഏറ്റവും വലിയ പൊതുമേഖലാ സ്റ്റീൽ പ്ലാന്റും ഒഡീഷയിലെ ഭിലായ് സ്റ്റീൽ പ്ലാന്റ് ആണ്. ദക്ഷിണ കൊറിയയുടെ സഹായത്തോടെ ഒഡീഷ സർക്കാർ പാരദ്വീപിൽ പണികഴിപ്പിക്കുന്ന ഇരുമ്പുരുക്ക് നിർമ്മാണശാലയാണ് പോസ്കോ സ്റ്റീൽ പ്ലാന്റ്. ദക്ഷിണ കൊറിയയുടെ സഹായത്തോടെ പൊഹാങ് സ്റ്റീൽ കമ്പനിയുടെ സഹകരണം, അതാണ് പോസ്കോ. പൊഹാങ് സ്റ്റീൽ കമ്പനിയുടെ സഹകരണത്തോടെ ഒഡീഷ സർക്കാർ പാരദ്വീപിൽ പണികഴിപ്പിക്കുന്ന ഇരുമ്പുരുക്ക് നിർമ്മാണശാലയാണ് പോസ്കോ സ്റ്റീൽ പ്ലാന്റ്. അപ്പൊ പോസ്കോ സ്റ്റീൽ പ്ലാന്റിന്റെ നിർമ്മാണത്തില് സഹകരിക്കുന്ന സ്റ്റീൽ കമ്പനിയാണ് പൊഹാങ് സ്റ്റീൽ കമ്പനി. പൊഹാങ് സ്റ്റീൽ കമ്പനി. അപ്പൊ ഈ പൊഹാങ് സ്റ്റീൽ കമ്പനിയുടേതാണ് പോസ്കോ. അപ്പൊ പോസ്കോ ഓർമ്മിച്ചേക്കുക, പൊഹാങ് സ്റ്റീൽ കമ്പനിയാണ്. അപ്പൊ ദക്ഷിണ കൊറിയയുടെ സഹായത്തോടെ ഒഡീഷ സർക്കാർ പാരദ്വീപിൽ പണികഴിപ്പിക്കുന്ന ഇരുമ്പുരുക്ക് നിർമ്മാണശാലയാണ് പോസ്കോ സ്റ്റീൽ പ്ലാന്റ്. പോസ്കോ സ്റ്റീൽ പ്ലാന്റുമായി സഹകരിക്കുന്ന സ്റ്റീൽ കമ്പനിയാണ് പൊഹാങ് സ്റ്റീൽ കമ്പനി. ഇന്ത്യയിലെ പൊതുമേഖലാ ഇരുമ്പുരുക്ക് നിർമ്മാണശാലകളെ നിയന്ത്രിക്കുന്ന സ്ഥാപനമാണ്
സ്റ്റീൽ അതോറിറ്റി ഓഫ് ഇന്ത്യ അഥവാ സെയിൽ ഇന്ത്യയിലെ പൊതുമേഖല ഇരുമ്പുരുക്ക് നിർമ്മാണശാലകളെ നിയന്ത്രിക്കുന്ന സ്ഥാപനമാണ് സ്റ്റീൽ അതോറിറ്റി ഓഫ് ഇന്ത്യ. ഇന്ത്യയിലെ പൊതുമേഖല ഇരുമ്പുരുക്ക് നിർമ്മാണശാലകളെ നിയന്ത്രിക്കുന്ന സ്ഥാപനമാണ് സ്റ്റീൽ അതോറിറ്റി ഓഫ് ഇന്ത്യ അഥവാ സെയിൽ. ഇന്ത്യയിലെ ഏറ്റവും കൂടുതൽ സ്റ്റെയിൻലെസ് സ്റ്റീൽ ഉൽപ്പാദിപ്പിക്കുന്നത് തമിഴ്നാട്ടിലെ സേലം സ്റ്റീൽ പ്ലാന്റിലാണ്. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ സ്റ്റെയിൻലെസ് സ്റ്റീൽ ഉൽപ്പാദിപ്പിക്കുന്നത് തമിഴ്നാട്ടിലെ സേലം സ്റ്റീൽ പ്ലാന്റിൽ ആണ്. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ സ്റ്റെയിൻലെസ് സ്റ്റീൽ ഉൽപ്പാദിപ്പിക്കുന്നത് തമിഴ്നാട്ടിലെ സേലം സ്റ്റീൽ പ്ലാന്റിൽ ആണ്. ജർമ്മൻ സാങ്കേതിക വിദ്യയുടെ സഹായത്തോടെ നിർമ്മിച്ച ഇരുമ്പുരുക്കുശാലയാണ് ഒഡീഷയിലെ റൂർക്കല ഇരുമ്പുരുക്ക് നിർമ്മാണശാല. അപ്പൊ ഇത് ഒരുപാട് തവണ പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുണ്ട്. റൂർക്കല ഇരുമ്പുരുക്ക് നിർമ്മാണശാലയിൽ സഹകരിക്കുന്ന രാജ്യം ഏതാണെന്ന്? ജർമ്മനിയാണ് റൂർക്കല ഇരുമ്പുരുക്കുശാലയുടെ നിർമ്മാണത്തിൽ സഹായിക്കുന്നത്. അതുപോലെ തന്നെ റൂർക്കല ഇരുമ്പുരുക്കുശാല സ്ഥിതി ചെയ്യുന്നത് ഒഡീഷയിലാണ്. അപ്പൊ റൂർക്കലയും ഒഡീഷയിലാണ്. പിന്നെ നമ്മൾ നേരത്തെ പറഞ്ഞു ഒഡീഷയിൽ ഭിലായ് ഒഡീഷയിലാണ്. അപ്പൊ ജർമ്മൻ സാങ്കേതിക വിദ്യയുടെ സഹായത്തോടെ നിർമ്മിച്ച ഇരുമ്പുരുക്ക് നിർമ്മാണശാലയാണ് റൂർക്കല ഒഡീഷ. ഭിലായ് നമ്മൾ പറഞ്ഞു ഒഡീഷയിൽ തന്നെയാണ് ഭിലായിലുള്ള ഇരുമ്പുരുക്കുശാലയുടെ നിർമ്മാണത്തിൽ സഹായിച്ചിരിക്കുന്നത് റഷ്യയാണ്. റഷ്യയുടെ സഹായത്തോടെ നിർമ്മിച്ച ഇരുമ്പുരുക്കുശാലകളാണ് ഒഡീഷയിലെ ഭിലായ്, ആന്ധ്രാപ്രദേശിലെ വിശാഖപട്ടണം. റഷ്യയുടെ സഹായത്തോടെ നിർമ്മിച്ച ഇരുമ്പുരുക്ക് നിർമ്മാണശാലകളാണ് ഭിലായ് ഒഡീഷ, വിശാഖപട്ടണം ആന്ധ്രാപ്രദേശ്. ബ്രിട്ടന്റെ സഹായത്തോടെ നിർമ്മിച്ച ഇരുമ്പുരുക്ക് നിർമ്മാണശാലയാണ് ദുർഗാപൂർ പശ്ചിമ ബംഗാൾ. ബ്രിട്ടന്റെ സഹായത്തോടെ നിർമ്മിച്ച ഇരുമ്പുരുക്ക് നിർമ്മാണശാലയാണ് ദുർഗാപൂർ പശ്ചിമ ബംഗാൾ. റഷ്യയുടെ സഹായത്തോടെ 3-ാം പഞ്ചവത്സര പദ്ധതി കാലത്ത് നിർമ്മിച്ച ഇരുമ്പുരുക്ക് നിർമ്മാണശാലയാണ് ബൊക്കാറോ, ജാർഖണ്ഡ്. റഷ്യയുടെ സഹായത്തോടെ 3-ാം പഞ്ചവത്സര പദ്ധതി കാലത്ത് നിർമ്മിച്ച ഇരുമ്പുരുക്ക് നിർമ്മാണശാലയാണ് ബൊക്കാറോ, ജാർഖണ്ഡ്. വിജയസാഗർ സ്റ്റീൽ പ്ലാന്റ്, വിശ്വേശ്വരയ്യ അയൺ ആൻഡ് സ്റ്റീൽ പ്ലാന്റ് എന്നിവ സ്ഥിതി ചെയ്യുന്നത് കർണാടകയിലാണ്. വിജയസാഗർ സ്റ്റീൽ പ്ലാന്റ്, വിശ്വേശ്വരയ്യ അയൺ ആൻഡ് സ്റ്റീൽ പ്ലാന്റ് എന്നിവ സ്ഥിതി ചെയ്യുന്നത് കർണാടകയിലാണ്. ധൈത്രി സ്റ്റീൽ പ്ലാന്റ് സ്ഥിതി ചെയ്യുന്നത് പാരദ്വീപ്, ഒഡീഷ. ധൈത്രി സ്റ്റീൽ പ്ലാന്റ് സ്ഥിതി ചെയ്യുന്നത് പാരദ്വീപ്, ഒഡീഷ. ഓക്കെ, എന്നെ കൃത്യമായിട്ട് കാണാൻ പറ്റുന്നുണ്ടെന്ന് വിശ്വസിക്കുന്നു. കാരണം ഈ ഡിസ്പ്ലേയിൽ ഞാൻ കാണുമ്പോൾ ഈ നോട്ട് മാത്രമേ കാണുന്നുള്ളൂ, PDF നോട്ട് മാത്രം, എന്നെ കാണാൻ പറ്റൂല. അപ്പൊ നിങ്ങൾ ശരിക്കും കാണാൻ പറ്റുന്നുണ്ടല്ലോ അല്ലേ? അപ്പൊ ധൈത്രി സ്റ്റീൽ പ്ലാന്റ് സ്ഥിതി ചെയ്യുന്നത് ഒഡീഷയിലെ പാരദ്വീപിൽ ആണ്. കടൽ തീരത്ത് സ്ഥിതി ചെയ്യുന്ന ഇന്ത്യയിലെ ഒരേ ഒരു ഇരുമ്പുരുക്ക് നിർമ്മാണശാലയാണ് വിശാഖപട്ടണം. കടൽ തീരത്ത് സ്ഥിതി ചെയ്യുന്ന ഇന്ത്യയിലെ ഒരേ ഒരു ഇരുമ്പുരുക്ക് നിർമ്മാണശാല വിശാഖപട്ടണം. ഇന്ത്യയിലെ ആദ്യത്തെ സ്വതന്ത്ര വ്യാപാര മേഖല ആണ് ഗുജറാത്തിലെ കാണ്ട്ല. ഇന്ത്യയിലെ ആദ്യത്തെ സ്വതന്ത്ര വ്യാപാര മേഖലയാണ് ഗുജറാത്തിലെ കാണ്ട്ല. ഇന്ത്യയിലെ ആദ്യത്തെ സ്വതന്ത്ര വ്യാപാര മേഖലയാണ് ഗുജറാത്തിലെ കാണ്ട്ല. ഇന്ത്യയിലേക്ക് കൂടുതലായി ഇറക്കുമതി ചെയ്യുന്ന ഉൽപ്പന്നം ക്രൂഡ് ഓയിൽ. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ഇറക്കുമതി ചെയ്യുന്ന ഉൽപ്പന്നം ക്രൂഡ് ഓയിൽ ആണ്. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ഇറക്കുമതി ചെയ്യുന്ന ഉൽപ്പന്നം ക്രൂഡ് ഓയിൽ ആണ്. അപ്പൊ ഇന്ത്യയിലെ ആദ്യത്തെ സ്വതന്ത്ര വ്യാപാര മേഖലയാണ് കാണ്ട്ല, ഗുജറാത്തിലെ കാണ്ട്ല. അപ്പൊ ഈ സെസ് എന്ന് പറയുന്നത് സ്പെഷ്യൽ എക്കണോമിക് സോൺ ആണ്. സ്പെഷ്യൽ എക്കണോമിക് സോൺ ആണ് സെസ് എന്ന് പറയുന്നത്. അപ്പൊ സെസ് എന്ന് വെച്ചാൽ സ്പെഷ്യൽ
എക്കണോമിക് സോൺ. സ്പെഷ്യൽ എക്കണോമിക് സോൺ ആണ് സെസ് എന്ന് പറയുന്നത്. എന്ന് വെച്ചാൽ കയറ്റുമതി പ്രോത്സാഹിപ്പിക്കുന്ന മേഖലകൾ അറിയപ്പെടുന്ന പേരാണ് സെസ് അഥവാ സ്പെഷ്യൽ എക്കോണമിക് സോൺ. അപ്പോൾ കയറ്റുമതി പ്രോത്സാഹിപ്പിക്കുന്ന മേഖലകൾ അറിയപ്പെടുന്നതാണ് സെസ് അഥവാ സ്പെഷ്യൽ എക്കോണമിക് സോൺ. ഇന്ത്യയിലെ ആദ്യത്തെ സെസ് സ്വതന്ത്ര വ്യാപാര മേഖലയാണ് ഗുജറാത്തിലെ കാണ്ട്ല. 1965 കാണ്ട്ല സെസ് സ്വതന്ത്ര വ്യാപാര മേഖലയാണിത്. 1965. ഓക്കെ. അപ്പൊ ഇന്ത്യയിലേക്ക് ഏറ്റവും കൂടുതൽ ഇറക്കുമതി ചെയ്യുന്ന ഉൽപ്പന്നം ക്രൂഡ് ഓയിലാണ്. ഇന്ത്യയിലേക്ക് വിദേശ നിക്ഷേപം ഏറ്റവും കൂടുതലായി എത്തുന്ന രാജ്യം മൗറീഷ്യസ് ആണ്. ഇന്ത്യയിലേക്ക് വിദേശ നിക്ഷേപം ഏറ്റവും കൂടുതലായി എത്തുന്ന രാജ്യം മൗറീഷ്യസ്. ചിത്തരഞ്ജൻ ഡീസൽ ലോക്കോമോട്ടീവ് വർക്ക് സ്ഥിതി ചെയ്യുന്നത് വാരണാസി. ചിത്തരഞ്ജൻ ഡീസൽ ലോക്കോമോട്ടീവ് വർക്ക്സ് സ്ഥിതി ചെയ്യുന്നത് വാരണാസി. ചിത്തരഞ്ജൻ ഡീസൽ ലോക്കോമോട്ടീവ് വർക്ക്സ് സ്ഥിതി ചെയ്യുന്നത് വാരണാസിയാണ്. ചിത്തരഞ്ജൻ ലോക്കോമോട്ടീവ്സ് വർക്ക് സ്ഥിതി ചെയ്യുന്നത് പശ്ചിമ ബംഗാളിൽ ആണ്. അപ്പൊ ചിത്തരഞ്ജൻ ഡീസൽ ലോക്കോമോട്ടീവ് വർക്ക് സ്ഥിതി ചെയ്യുന്നത് വാരണാസിയിലാണ്. ചിത്തരഞ്ജൻ ലോക്കോമോട്ടീവ്സ് വർക്ക് സ്ഥിതി ചെയ്യുന്നത് പശ്ചിമ ബംഗാളിൽ ആണ്. അപ്പോൾ മറന്നു പോകരുത്, ചിത്തരഞ്ജൻ ഡീസൽ ലോക്കോമോട്ടീവ് വർക്ക് സ്ഥിതി ചെയ്യുന്നത് വാരണാസിയിലാണ്. എന്നാൽ ചിത്തരഞ്ജൻ ലോക്കോമോട്ടീവ് വർക്ക്സ് സ്ഥിതി ചെയ്യുന്നത് പശ്ചിമ ബംഗാളിൽ ആണ്. ടാറ്റ എഞ്ചിനീയറിംഗ് ആൻഡ് ലോക്കോമോട്ടീവ് വർക്ക് സ്ഥിതി ചെയ്യുന്നത് ജംഷഡ്പൂരിലാണ്. ടാറ്റ എഞ്ചിനീയറിംഗ് ആൻഡ് ലോക്കോമോട്ടീവ് വർക്ക്സ് സ്ഥിതി ചെയ്യുന്നത് ജംഷഡ്പൂർ. ഇന്ത്യൻ റെയിൽവേക്ക് വേണ്ടി ലോക്കോമോട്ടീവ് വികസിപ്പിക്കുന്നത് ഭോപ്പാലിലെ ഭേൽ ആണ്. ഇന്ത്യൻ റെയിൽവേക്ക് വേണ്ടി ഇലക്ട്രിക് ലോക്കോമോട്ടീവ് വികസിപ്പിക്കുന്നത് ഭേൽ ഭോപ്പാൽ. സ്വിസ് സഹകരണത്തോടെ ഇന്റഗ്രൽ കോച്ച് ഫാക്ടറി സ്ഥാപിച്ചിരിക്കുന്നത് പേരാമ്പൂർ ആണ്. സ്വിസ് സഹകരണത്തോടെ ഇന്റഗ്രൽ കോച്ച് ഫാക്ടറി സ്ഥാപിച്ചിരിക്കുന്നത് പേരാമ്പൂർ ആണ്. 1955 പേരാമ്പൂരിൽ സ്വിസ് സഹകരണത്തോടെ ഇന്റഗ്രൽ കോച്ച് ഫാക്ടറി സ്ഥാപിച്ചത്. 1955 പേരാമ്പൂരിൽ സ്വിസ് സഹകരണത്തോടെ ഇന്റഗ്രൽ കോച്ച് ഫാക്ടറി സ്ഥാപിച്ചത്. ഇന്ത്യയിലെ ഏറ്റവും വലിയതും ഏറ്റവും ആധുനികവൽക്കരിക്കപ്പെട്ടതുമായ കപ്പൽ നിർമ്മാണശാലയാണ് 1972 നിലവിൽ വന്ന കൊച്ചിൻ ഷിപ്പ്യാർഡ്. നമുക്ക് അഭിമാനിക്കാം, ഇന്ത്യയിലെ ഏറ്റവും വലുതും ഇന്ത്യയിലെ ഏറ്റവും ആധുനികവൽക്കരിക്കപ്പെട്ടതുമായ കപ്പൽ നിർമ്മാണശാലയാണ് കൊച്ചിൻ ഷിപ്പ്യാർഡ്. ഇന്ത്യയിലെ ഏറ്റവും വലുതും ഇന്ത്യയിലെ ഏറ്റവും ആധുനികവൽക്കരിക്കപ്പെട്ടതുമായ കപ്പൽ നിർമ്മാണശാലയാണ് കൊച്ചിൻ ഷിപ്പ്യാർഡ്. കൊച്ചിൻ ഷിപ്പ്യാർഡ് നിലവിൽ വന്നത് 1972 ആണ്. ISO സർട്ടിഫിക്കറ്റ് ലഭിച്ച ഇന്ത്യയിലെ ആദ്യത്തെ കപ്പൽ നിർമ്മാണശാലയാണ് ഹിന്ദുസ്ഥാൻ ഷിപ്പ്യാർഡ് ലിമിറ്റഡ് വിശാഖപട്ടണം. 1948 നിലവിൽ വന്ന വിശാഖപട്ടണത്തെ ഹിന്ദുസ്ഥാൻ ഷിപ്പ്യാർഡ് ലിമിറ്റഡ് ആണ് ISO സർട്ടിഫിക്കറ്റ് ലഭിച്ച ഇന്ത്യയിലെ ആദ്യത്തെ കപ്പൽ നിർമ്മാണശാല. ഗാർഡൻ റീച്ച് വർക്ക്ഷോപ്പ്, മസഗോൺ ഡോക്ക് എന്നീ കപ്പൽ നിർമ്മാണശാലകൾ സ്ഥിതി ചെയ്യുന്നത് മുംബൈയിൽ ആണ്. ഗാർഡൻ റീച്ച് വർക്ക്ഷോപ്പ്, മസഗോൺ ഡോക്ക് എന്നീ കപ്പൽ നിർമ്മാണശാലകൾ സ്ഥിതി ചെയ്യുന്നത് മുംബൈ. ഹൂഗ്ലി ഡോക്ക് കപ്പൽ നിർമ്മാണശാല സ്ഥിതി ചെയ്യുന്നത് കൊൽക്കത്ത. ഹൂഗ്ലി ഡോക്ക് കപ്പൽ നിർമ്മാണശാല സ്ഥിതി ചെയ്യുന്നത് കൊൽക്കത്ത. ഇന്ത്യയിലെ ഏറ്റവും അധികം രാസവളം ഉപയോഗിക്കുന്ന സംസ്ഥാനം പഞ്ചാബാണ്. ഇന്ത്യയിൽ ഏറ്റവും അധികം രാസവളം ഉപയോഗിക്കുന്ന സംസ്ഥാനം പഞ്ചാബാണ്. എന്നാൽ ഇന്ത്യയിൽ ഏറ്റവും അധികം രാസവളം ഉൽപ്പാദിപ്പിക്കുന്ന സംസ്ഥാനം ഗുജറാത്ത് ആണ്. ഇന്ത്യയിൽ ഏറ്റവും അധികം രാസവളം ഉപയോഗിക്കുന്ന സംസ്ഥാനം പഞ്ചാബാണ്. എന്നാൽ ഇന്ത്യയിൽ ഏറ്റവും അധികം രാസവളം ഉൽപ്പാദിപ്പിക്കുന്ന സംസ്ഥാനം ഗുജറാത്ത് ആണ്. ഇന്ത്യയിലെ ആദ്യത്തെ തുകൽ നിർമ്മാണശാലയാണ് കാൻപൂർ. ഇന്ത്യയിലെ ആദ്യത്തെ തുകൽ നിർമ്മാണശാല കാൻപൂർ.
ഇന്ത്യയിലെ ആദ്യത്തെ തുകൽ നിർമ്മാണശാല കാൺപൂർ ആണ്. സെൻട്രൽ ലെതർ റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് സ്ഥിതി ചെയ്യുന്നത് ചെന്നൈയിൽ ആണ്. സെൻട്രൽ ലെതർ റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് സ്ഥിതി ചെയ്യുന്നത് ചെന്നൈ. ഇന്ത്യയിലെ ഏറ്റവും വലിയ ഗ്ലാസ് നിർമ്മാണ കേന്ദ്രം ഫിറോസാബാദ്, ആഗ്ര. ഇന്ത്യയിലെ ഏറ്റവും വലിയ ഗ്ലാസ് നിർമ്മാണ കേന്ദ്രം ഫിറോസാബാദ്, ആഗ്ര. ആഗ്രയിലെ ഫിറോസാബാദ് ആണ് ഇന്ത്യയിലെ ഏറ്റവും വലിയ ഗ്ലാസ് നിർമ്മാണ കേന്ദ്രം. ഇന്ത്യയിൽ മഹാരത്ന പദവിയുള്ള സ്ഥാപനങ്ങളുടെ എണ്ണം 5 ആണ്. മഹാരത്ന എന്ന് വെച്ചാൽ ഏറ്റവും കൂടുതൽ സാമ്പത്തിക സ്വാതന്ത്ര്യം നൽകുന്നതിനും തീരുമാനങ്ങൾ സ്വതന്ത്രമായി എടുക്കുന്നതിനും അധികാരം നൽകുന്ന സ്ഥാപനങ്ങളെയാണ് മഹാരത്ന പദവിയുള്ള സ്ഥാപനങ്ങൾ എന്ന് പറയുന്നത്. ഏറ്റവും കൂടുതൽ സാമ്പത്തിക സ്വാതന്ത്ര്യം നൽകുന്നതിനും സ്വതന്ത്രമായി തീരുമാനങ്ങൾ എടുക്കുന്നതിനും അധികാരം നൽകുന്ന സ്ഥാപനങ്ങൾക്കാണ് മഹാരത്ന പദവി നൽകുന്നത്. നിലവിൽ മഹാരത്ന പദവിയുള്ള സ്ഥാപനങ്ങൾ 5 ആണ്. അപ്പോൾ ദേശീയ താപവൈദ്യുത കോർപ്പറേഷൻ, അതാണ് ഒന്നാമത്തേത്, NTPC. അപ്പോൾ ദേശീയ താപവൈദ്യുത കോർപ്പറേഷൻ NTPC, പ്രകൃതിവാതക കോർപ്പറേഷൻ ONGC, പ്രകൃതിവാതക കോർപ്പറേഷൻ ONGC, സെയിൽ, നമ്മൾ നേരത്തെ പറഞ്ഞു സെയിൽ, സ്റ്റീൽ അതോറിറ്റി ഓഫ് ഇന്ത്യ, സെയിൽ, പിന്നെ ഇന്ത്യൻ ഓയിൽ കോർപ്പറേഷൻ, കോൾ ഇന്ത്യ ലിമിറ്റഡ് എന്നിവയാണ് ഇന്ത്യയിലെ മഹാരത്ന പദവിയുള്ള 5 സ്ഥാപനങ്ങൾ. അപ്പോൾ ഏറ്റവും കൂടുതൽ സാമ്പത്തിക സ്വാതന്ത്ര്യം നൽകുന്നതിനും സ്വതന്ത്രമായി തീരുമാനം എടുക്കുന്നതിനും അധികാര പദവി നൽകുന്നതാണ് മഹാരത്ന പദവി എന്ന് പറയുന്നത്. ഇന്ത്യയിൽ മഹാരത്ന പദവിയുള്ള സ്ഥാപനങ്ങളുടെ എണ്ണം 5 ആണ്. NTPC, ONGC, സെയിൽ, IOC, CIL, കോൾ ഇന്ത്യ ലിമിറ്റഡ് എന്നിവയാണ് ഇന്ത്യയിൽ മഹാരത്ന പദവിയുള്ള 5 സ്ഥാപനങ്ങൾ. ഇന്ത്യയിൽ വ്യാവസായിക ഗുണമേന്മയ്ക്കുള്ള ISO മുദ്ര നൽകുന്ന സ്ഥാപനമാണ് BIS, ബ്യൂറോ ഓഫ് ഇന്ത്യൻ സ്റ്റാൻഡേർഡ്സ്. നമ്മൾ കേട്ടിട്ടില്ലേ BIS ഹോൾമാർക്ക് മുദ്ര എന്നൊക്കെ. അപ്പോൾ വ്യാവസായിക ഗുണമേന്മയ്ക്കുള്ള ISO മുദ്ര നൽകുന്ന സ്ഥാപനം BIS ആണ്, ബ്യൂറോ ഓഫ് ഇന്ത്യൻ സ്റ്റാൻഡേർഡ്സ്. BISന്റെ ആസ്ഥാനം ന്യൂഡൽഹിയാണ്. BISന്റെ കേരളത്തിലെ ആസ്ഥാനം തത്തമംഗലം, പാലക്കാട്. BISന്റെ കേരളത്തിലെ ആസ്ഥാനം തത്തമംഗലം, പാലക്കാട്. പരിസ്ഥിതിക്ക് ഇണങ്ങുന്ന ഉൽപ്പന്നങ്ങൾക്ക് നൽകുന്ന മുദ്രയാണ് എക്കോ മാർക്ക്. അപ്പൊ എക്കോ മാർക്ക് എന്നത് പരിസ്ഥിതിക്ക് ഇണങ്ങുന്ന ഉൽപ്പന്നങ്ങൾക്ക് നൽകുന്ന മുദ്രയാണ്. ബാലവേല ഉപയോഗിക്കാത്ത ഉൽപ്പന്നങ്ങൾക്ക് നൽകുന്ന മാർക്കാണ് റഗ് മാർക്ക്. അപ്പൊ പരിസ്ഥിതിക്ക് ഇണങ്ങുന്ന ഉൽപ്പന്നങ്ങൾക്ക് നൽകുന്ന മുദ്രയാണ് ഇക്കോ മാർക്ക്. ബാലവേല ഉപയോഗിക്കാത്ത ഉൽപ്പന്നങ്ങൾക്ക് നൽകുന്ന മുദ്രയാണ് റഗ് മാർക്ക്. റഗ് മാർക്കിന്റെ ഉപജ്ഞാതാവ് കൈലാഷ് സത്യാർത്ഥി. ഇപ്പൊ നൊബേൽ പ്രൈസ് ജേതാവായ കൈലാഷ് സത്യാർത്ഥിയാണ് റഗ് മാർക്കിന്റെ ഉപജ്ഞാതാവ്. റഗ് മാർക്ക് ഇപ്പൊ അറിയപ്പെടുന്നത് ഗുഡ് വീവ് എന്നാണ്. റഗ് മാർക്ക് ഇപ്പൊ അറിയപ്പെടുന്നത് ഗുഡ് വീവ്. ഇന്ത്യയിലെ ആദ്യ സിമന്റ് ഫാക്ടറി സ്ഥാപിക്കപ്പെട്ടത് 1904 ചെന്നൈയിൽ ആണ്. ഇന്ത്യയിലെ ആദ്യത്തെ സിമന്റ് ഫാക്ടറി സ്ഥാപിക്കപ്പെട്ടത് 1904 ചെന്നൈയിൽ ആണ്. അപ്പൊ നമ്മള് ഇന്ത്യയിലെ വ്യവസായങ്ങളെ കുറിച്ചാണ് പഠിച്ചത്. ഇന്ത്യയിലെ വ്യവസായങ്ങളെ കുറിച്ചുള്ള ഏകദേശം എല്ലാ ചോദ്യങ്ങളും നമ്മൾ പഠിച്ചു കഴിഞ്ഞു. അപ്പൊ ഇത്തിരി പഠിക്കാൻ ബോറായിട്ടുള്ള ടോപ്പിക് ആയിരിക്കും, എന്താ വെച്ചാൽ ഭയങ്കര റെപ്പിറ്റേഷൻ വരുന്ന കാര്യങ്ങളാണ്. എന്തായാലും നമ്മൾ ഒരു ദിവസം കൂടെ ഇത് പഠിക്കും. ഇതിപ്പോ എന്തായാലും റെക്കോർഡഡ് ക്ലാസ് ആണല്ലോ, അപ്പൊ നമ്മൾ ഒരു ദിവസം കൂടെ ലൈവ് ക്ലാസ്സിൽ നമുക്കിത് പഠിക്കാം. അപ്പോൾ നന്നായിട്ട് പഠിക്കാം. സോ വൺസ് അഗെയിൻ ഞാൻ പറയട്ടെ, നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അൺഅക്കാഡമിയുടെ ലെറ്റ്സ് ക്രാക്ക് കേരള എക്സാംസ് എന്നുള്ള ചാനലാണ്. സോ അൺഅക്കാഡമിയിൽ സബ്സ്ക്രിപ്ഷൻ എടുത്ത് പഠിക്കുക. സബ്സ്ക്രിപ്ഷൻ എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരുപാട് ബെനിഫിറ്റ്സ് ഉണ്ട്. ഡെയിലി ലൈവ് ക്ലാസ്സസ് ഉണ്ട്, സിലബസ് ബേസ് സ്ട്രക്ചർ ചെയ്തിരിക്കുന്ന കോഴ്സാണ്. പിന്നെ എന്താ ഒടിക്ക സബ്സ്ക്രിപ്ഷൻ എടുത്തു കഴിഞ്ഞാൽ അൺലിമിറ്റഡ് ആക്സസ് ആണ്. ഡെയിലി ടെസ്റ്റ് ആൻഡ് ക്വിസസ് ഒക്കെ ഉണ്ട്. അപ്പോൾ നിങ്ങൾ സബ്സ്ക്രിപ്ഷൻ എടുക്കുമ്പോൾ ഗ്രേഷ്മ എന്നുള്ള റെഫറൽ കോഡ് കൊടുക്കുക. അപ്പം നിങ്ങൾക്ക് 10% ഡിസ്കൗണ്ട് കിട്ടും. സോ എല്ലാവർക്കും ഒരു ശുഭദിനം ആശംസിക്കുന്നു. അടുത്ത ക്ലാസ്സിൽ നമുക്ക് കാണാം. അതുവരേക്കും എല്ലാവർക്കും ശുഭദിനം. ബൈ.